വെൽക്കം ടു സി സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് പേര് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർക്കൊക്കെ പഠിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും അതേപോലെ ഫ്രഷ്ലി ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും അതേപോലെ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ളവർക്കും മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർക്കും എന്തെങ്കിലും കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വീട്ടിലിരുന്ന് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്, ലേൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് ഒരു പ്രീ ഡിഫൈൻഡ് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതേപോലെ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട്, ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനോ ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ലേൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഏരിയാസ് അതിൽ കവർ ചെയ്യാനായിട്ടുണ്ട്. അതായത് ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അതേപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇങ്ങനെ ഒരുപാട്, ഇത് മാത്രമല്ല ഒരുപാട് ഡിഫറെൻറ്റ് ഏരിയാസ് നമുക്ക് ഇതിൽ കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടൊരു ജോബ് നേടാനായിട്ട് പറ്റും. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജോലി നേടാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഇതിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല അവർ നോക്കുന്നത്. അതിൽ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ നോളജ് ഉണ്ട്, അതിൽ എത്രമാത്രം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു ജോബിനല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് രണ്ടും അല്ല, നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് നിങ്ങളുടെ സ്കില്ലുണ്ട്, ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണ്, ബ്ലോഗറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഇനി മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസസോ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഒരു 15 വർഷങ്ങൾക്ക് മുന്നേയൊക്കെ നമുക്ക് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു, നമുക്ക് ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ടെലിവിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റേഡിയോ, അതേപോലെ ന്യൂസ് പേപ്പർ, ഇതിനൊക്കെയായിരുന്നു നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലാണ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എല്ലാം അഡ്വർടൈസ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല ബിസിനസ് ഓണേഴ്സ് അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് TV ആഡ്സിൽ കൂടെയും അതുപോലെ റേഡിയോ ആഡ്സിൽ കൂടെയും അതേപോലെ ന്യൂസ് പേപ്പർ ആഡ്സിൽ കൂടെയൊക്കെ ആയിരുന്നു. ഇനി സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഫ്ലയേഴ്സ്, അതേപോലെ ഫേസ് ടു ഫേസ്, പിന്നെ ബാനർ, അങ്ങനെയൊക്കെ ആയിരുന്നു ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അവർ അന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ യൂസ്ഫുൾ ആണ്, അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സോ അത്യാവശ്യം നല്ല ബിസിനസ് ഓണേഴ്സ് ഒക്കെയാണ്, അത്യാവശ്യം വളർന്നിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ഈ ഒരു ഇയറിലൊക്കെ വരുമ്പം 2020 ആ ഒരു ഇയർ മുതലുള്ള ഇയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊബൈൽ യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. അപ്പം മൊബൈൽ യൂസ് ചെയ്യുമ്പം ഇപ്പം ആരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു മിനിമം 3 hours എങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവും എല്ലാവരും, അല്ലേ? അപ്പോൾ അതിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.4 ബില്യൺ ആൾക്കാരൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5.5 ആൾക്കാരൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ 1 ബില്യൺ ആൾക്കാർ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, 2 ബില്യൺ ആൾക്കാർ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ 3 ബില്യൺ ആൾക്കാർ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്,
അതേപോലെ മില്യൺസ് ഓഫ് ആൾക്കാർ ഇപ്പം ലിങ്ക്ഡിൻ ആണെങ്കിലും സ്നാപ്ചാറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ട്വിറ്റർ, അതേപോലെ ക്വാറ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത്രയും ഇൻ്റർനെറ്റിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള മീഡിയം യൂസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിലാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ മേഖലകളിലും, അതായത് അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ PPC, അതായത് ഗൂഗിൾ, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ നല്ല രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും, നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിലും, നമുക്ക് എന്തെങ്കിലും സ്കില്ലൊക്കെ ഉണ്ട് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ആരുടെ ആവശ്യമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡിജിറ്റലി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ CC സൈബർ ക്യാമ്പസിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളുടെ നമ്മൾ കുറച്ചുകൂടി പഠിപ്പിക്കുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ കോഴ്സിനോടൊപ്പം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ CC സൈബർ ക്യാമ്പസിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ പൈത്തൺ കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലെ വീഡിയോസ് വരുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.